സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന എത്രയെത്ര ആളുകളാണല്ലേ. അത്യാവശ്യത്തിന് പൈസ വേണ്ടി വരുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, പോക്കറ്റ് കാലിയായിരിക്കും. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ മുമ്പിൽ കൈനീട്ടാൻ ഓടേണ്ടി വരും. അങ്ങനെയെല്ലാം ഓരോരോ സങ്കടങ്ങൾ പറഞ്ഞ് ഈ സാമ്പത്തിക വിഷയങ്ങൾ മുൻനിർത്തി ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എത്രയെത്ര ആളുകളുണ്ട്. നമ്മുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവില്ല. ഈ ഒരു സൂറത്ത് നമ്മൾ പതിവാക്കിയാൽ മതി. നമ്മൾ അധ്വാനിക്കണം. അധ്വാനിക്കുന്നതോടൊപ്പം ഈ പറയുന്ന സൂറത്ത് കൂടെ നമ്മളൊന്ന് പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവില്ല എന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. അത് എവിടെ നിന്നാണെന്നറിയില്ല, നമുക്ക് അള്ളാഹു റബ്ബുൽ ആലമീൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരും. എങ്ങനെ ഓതണം ആ സൂറത്ത്? വെറുതെ എങ്ങനെ ഓതിയാൽ പോരാ, ഇഖ്ലാസോടെ ആശയം മറിഞ്ഞ് നമുക്കൊന്ന് പഠിച്ചോതാം. റെഡിയല്ലേ? അപ്പോൾ ആ സൂറത്ത് ഏതാണെന്ന് പഠിക്കണം, എപ്പോൾ ഓതണമെന്ന് പഠിക്കണം, എത്ര എണ്ണം വീതം ഓതണമെന്ന് പഠിക്കണം, അതിൻ്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ മനസ്സിലാക്കി നമ്മളൊന്ന് ഓതി നോക്കിയേ നമ്മുടെ ജീവിതം മാറും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതം മാറും, ഉറപ്പ് തന്നെയാണ്. നാഥനായ റബ്ബ് നമ്മളെ കൈപിടിക്കും ഇൻഷാ അല്ലാഹ്. പടച്ച റബ്ബ് തൗഫീക്ക് ചെയ്യട്ടെ. അപ്പോൾ 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം പിറകെ വരുന്നുണ്ട്. വീഡിയോ മുഴുവൻ കാണുക, അതുപോലെ തന്നെ ഉത്തരം കമൻറ്റ് ചെയ്യുക. നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഈ അറിവെത്തിച്ചു കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് ഈ സുബ്ഹ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഈ പ്രഭാത സമയത്ത് നാഥനായ റബ്ബിനെ പുഞ്ചിരിച്ചു കൊണ്ടൊന്ന് സ്തുതിക്കാൻ പറ്റിയാൽ യാ അല്ലാഹ് എത്ര വലിയ മഹാഭാഗ്യാണ്. എവിടെ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞേ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മാഷാ അല്ലാഹ്. ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നല്ല എനർജറ്റിക്കായ പോസിറ്റീവ് ചിന്തകൾ മാത്രം കടന്നു വരുന്ന മനോഹരമായൊരു ദിവസം തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സമ്പത്ത് വേണം നിങ്ങൾക്ക്? വെറുതെ പറയല്ല കേട്ടോ. ഇത് മുജറബായ അള്ളാഹുവിൻ്റെ സ്വാലിഹീങ്ങൾ അവരുടെ ലൈഫിൽ അപ്ലൈ ചെയ്ത് ഗുണം കണ്ടെത്തിയ ഒരു കാര്യമാണ് നിങ്ങളിലേക്ക് ഇന്ന് പങ്കുവെക്കുന്നത്. സമ്പത്ത് ആരാ നമുക്ക് തരുന്നത്? അള്ളാഹുവാണ് അല്ലേ? നമുക്ക് എന്ത് നന്മ ചെയ്യണമെങ്കിൽ, നമുക്കിപ്പോൾ സ്വതക്ക ചെയ്യണമെങ്കിൽ കയ്യിൽ പൈസ വേണ്ടേ അല്ലേ? നമുക്ക് റാഹത്തായിട്ട് ജീവിക്കണമെങ്കിൽ സമ്പത്ത് വേണം. അവനെ മറക്കാത്ത സമ്പത്ത് നൽകി കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ആവശ്യത്തിന് നമ്മിൽ സമ്പത്ത് വേണം. മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ പോക്കറ്റ് കാലിയാകാതിരിക്കാനുള്ള മനോഹരമായൊരു വഴിയാണ് നമ്മൾ പറയണത്. നമുക്കൊരിക്കലും സമ്പത്തിൻ്റെ കാര്യത്തിൽ അഹങ്കരിക്കാൻ പാടുണ്ടോ? ചിലർ പറയും എൻ്റെ 10 തലമുറക്കുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുകൊണ്ട് പിള്ളേർക്കൊന്നും ഒരു ടെൻഷനില്ല. ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത്? അള്ളാഹ്ക്ക് എത്ര സെക്കൻഡ് വേണം സഹോദര നീ 10 തലമുറക്കിട്ട് ഉണ്ടാക്കിയിട്ടത് ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കാനായിട്ട് അല്ലേ? എത്ര ജ്വല്ലറി മുതലാളിമാരുടെ കഥയുണ്ട് നമുക്ക് പറയാൻ. ഒന്നുമില്ലാതെ മരണപ്പെട്ടു പോയവരില്ലേ? എനിക്കറിയാം ഒരു സഹോദരനെ, അദ്ദേഹം മരണപ്പെട്ടു പോയി. അള്ളാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. അദ്ദേഹം വിദേശ രാജ്യത്ത് ജോലി ചെയ്ത ആളാണ്. ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയും അതൊരു ശൃംഖലയായി മാറുകയും ചെയ്തു. അദ്ദേഹം അവസാനം ഒരു ബ്ലഡ് ക്യാൻസർ രോഗിയാവുകയും തൻ്റെ ചികിത്സയ്ക്ക് തൻ്റെ കയ്യിലുള്ള പൈസ തികയാതെ വന്നപ്പോൾ സൂപ്പർ മാർക്കറ്റുകളെല്ലാം വിറ്റു, ഷെയർ മൊത്തം കൊടുത്തു. അവസാനം സ്വന്തം വീടും വിറ്റു, വാടക വീട്ടിൽ താമസിച്ചു. അദ്ദേഹം അവസാനം പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് ഞാൻ മറ്റൊരാളുടെ ഔദാര്യത്തിലാണ് ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് കീമോ ചെയ്യാൻ പോകുന്നതെന്ന്. അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? മറ്റൊരാളുടെ ഔദാര്യത്തിൽ അയാൾ തരുന്ന പൈസ കൊണ്ടാണ് ഞാനിന്ന് ഒരു ഓട്ടോറിക്ഷയിൽ കയറിയിട്ട് കീമോ ചെയ്യാൻ പോണത്. അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടെന്നിട്ട്, നിങ്ങൾക്കുള്ള സമയത്തെ നിങ്ങൾ മറ്റുള്ളവരെ മറക്കരുതേ. നിങ്ങൾക്കുള്ള സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെ മറക്കരുത്, നിങ്ങൾ അഹങ്കരിക്കരുത്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്ക് മാത്രം ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അല്ലാഹു റബ്ബുൽ ആലമീൻ പടച്ച തമ്പുരാൻ അവൻ മാത്രമാണ് എല്ലാത്തിൻ്റെയും അവകാശി എന്ന് പറയുന്നത്. ഒരിക്കലും കുറഞ്ഞു പോകാത്ത, എടുത്താൽ കുറയാത്ത സമ്പത്തിൻ്റെ അവകാശി ആരാണ്? അള്ളാഹ് മാത്രമാണ്. ഇപ്പം നമ്മുടെ കയ്യിൽ 1 ലക്ഷം ഉണ്ട്, ഞാനതിൽ നിന്ന് ഒരു 5000 രൂപ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ 95,000 രൂപയുള്ളൂ. പിന്നെ വേറെ സമ്പാദിച്ചതിൽ വെച്ചിട്ട് വേണം. പക്ഷെ അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിൻ്റെ ഖജനാവിൽ നിന്ന് എന്തെടുത്താലും അതിൽ നിന്ന് കുറയുന്നില്ല അല്ലേ? അവൻ ഖനിയാണ്, അവൻ ഐശ്വര്യവാനാണ്. ആ നാഥനായ റബ്ബ് നമുക്കവൻ്റെ ഖജനാവിൻ്റെ ആ താക്കോല് കൊണ്ട് തുറന്നിട്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നാലോ നമ്മുടെ പോക്കറ്റ് ഒരിക്കലും കാലിയാവില്ല എന്നല്ലേ അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ സമ്പത്ത് നമ്മുടെ ലൈഫിൽ ആവശ്യത്തിനുണ്ടാകാൻ, ഒരാളുടെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ വരാതിരിക്കാനായിട്ട് ഇമാം ജൈറബി റളിയല്ലാഹു അൻഹു, അഹ്മദ് ജൈറബി റഹിമഹുല്ലാ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു കിതാബുണ്ട് മുജറബാത്തു ജൈറബിയിൽ. അദ്ദേഹം രേഖപ്പെടുത്തുന്ന ഒരു കാര്യം 24-ാമത്തെ പേജിൽ കാണാം.
ഒരു ചെറിയ സൂറത്തുണ്ട്. ഒരു ചെറിയ സൂറത്ത്, നാവിന് ഭയങ്കര എളുപ്പമാണ് ആ സൂറത്ത്. ആ സൂറത്ത് നിങ്ങൾ ഓതണം എന്നാണ്. ഏതാണ് ആ സൂറത്ത് എന്നറിയോ? പലർക്കും പരിചയം ഉണ്ടാവും, ഇല്ല എല്ലാവർക്കും തന്നെ പരിചയം ഉണ്ടാവും. പക്ഷേ അതിൻ്റെ മഹത്വം മനസ്സിലാക്കി, അതിൻ്റെ ആശയം മനസ്സിലാക്കി നമ്മൾ ഓതുമ്പോണ്ടല്ലോ അതിൻ്റെ മഹത്വം വളരെയധികം വർദ്ധിക്കും എന്നാണ്. അതിൻ്റെ യഥാർത്ഥ ഫലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയും. സൂറത്ത് ഇൻശിറാഹാണത്. സൂറത്ത് ഇൻശിറാഹ് അതിന് ഇത്രയൊക്കെ മഹത്വം ഉണ്ടായിരുന്നോ? മഹാനവറുകൾ പറയുന്നത് നോക്ക്, വമിൻ ഖവാസിഹ അന്ന മൻ ജാവമ അലാ ഖിറാഅതിഹ അഖിബ സ്വലാത്തിൽ ഖംസ്. യാ അല്ലാഹ്, 5 വഖത്ത് നിസ്കാര ശേഷം ഒരു മനുഷ്യൻ ഈ അലം നശ്റഹ് സൂറത്ത് ഒരു തവണ ഓതിയാൽ, 5 വക്ത് നിസ്കാര ശേഷവും ഓരോ തവണ, സുബഹിക്ക് ശേഷം, ളുഹറിന് ശേഷം, അസുറിന് ശേഷം, മഗ്രിബിന് ശേഷം, ഇശാക്ക് ശേഷം ഒരു തവണ ഈ സൂറത്ത് പാരായണം ചെയ്താൽ അവന് ലഭിക്കുക എന്താണെന്നറിയോ? യസ്റഹുല്ലാഹു അംറ വരിസ്ഖഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. യാ അല്ലാഹ്, അവൻ അറിയാത്ത മാർഗത്തിലൂടെ, അവൻ ചിന്തിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു സമ്പത്ത് തരും. അള്ളാഹു സമ്പത്ത് തരും, അവൻ്റെ കാര്യങ്ങളെല്ലാം എളുപ്പാക്കി കൊടുക്കും. അള്ളാഹു ഭക്ഷണം തരും. എന്ത് പ്രയാസമാണ് അവനുള്ളത്, അള്ളാഹു അതൊക്കെ എളുപ്പാക്കി കൊടുക്കുമെന്ന് മഹാനായ ഇമാം അഹ്മദ് റഹിമഹുല്ല കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കുന്നത് കാണാം. ഇതവിടെ നിന്ന് മഹാന്മാരിൽ നിന്ന് അനുഭവിച്ച കാര്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറയാണ്. നമുക്കത് പറഞ്ഞു തരാൻ ഒരുപാട് മഹാരഥന്മാർ അവരുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് അവർക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 5 വക്ത് നിസ്കാര ശേഷം അപ്പോൾ തന്നെ മനസ്സിലായി, നിസ്കാരം കൃത്യമല്ലാത്ത മനുഷ്യന് ഇത് കിട്ടൂല. എപ്പോഴെങ്കിലുമൊക്കെ നിസ്കരിക്കണവനാണ് അവനിങ്ങനെ. അപ്പോൾ ഒരിക്കൽ ദുഹർ നിസ്കരിച്ചു, അതിനുശേഷം അലം നശ്റഹിലൊക്കെ സൂത്രക്ക്, അതിൽ കാര്യമൊന്നുമില്ല. 5 വക്ത് നിസ്കാരം കൃത്യതയുള്ള മനുഷ്യൻ, ആ 5 വക്ത് നിസ്കാരാനന്തരം ഇതിങ്ങനെ പതിവാക്കണം. മൻ ദാവമാന്നാണ് പറഞ്ഞത്. പതിവാക്കി കൊണ്ടുവന്നാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പോക്കറ്റ് കാലിയാക്കില്ല. നമ്മുടെ പോക്കറ്റ് നിറഞ്ഞിരിക്കും, നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാകും എന്നാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അല്ലാഹു റബ്ബുൽ ആലമീൻ എളുപ്പമാക്കി തരാൻ 5 വക്ത് നിസ്കാര ശേഷം ഒരു തവണയെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് അലം നശ്റഹ് സൂറത്ത് പാരായണം ചെയ്യണേ. അത് നമ്മൾ സാധാരണ ചൊല്ലുന്ന ദിക്റുകൾക്കൊന്നും മുമ്പിൽ വേണ്ട, വാരിതായി വന്ന ദിക്റുകളൊക്കെ ചൊല്ലിയതിന് ശേഷം മാത്രം ഈ സൂറത്ത് ഓതുക. നിസ്കാരം കഴിഞ്ഞ് ഇസ്തിഗ്ഫാർ ചൊല്ലണം, മറ്റ് ദിക്റുകൾ ദുആകളൊക്കെ കഴിഞ്ഞിട്ട് ഒരു തവണ ചൊല്ലിയാൽ മതി. മനസ്സറിഞ്ഞ് ഓതിക്കും. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു ഹദീസ് റുഹുൽ ബയാനിൽ കാണാം, തഫ്സീറിൽ കാണാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും അലം നശ്റഹ് സൂറത്ത് ഓതി കഴിഞ്ഞാൽ, എനിക്ക് സങ്കടം വരുമ്പോൾ എന്നെ ആശ്വസിപ്പിച്ചതിൻ്റെ പ്രതിഫലം അവന് ലഭിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ചിന്തിച്ചു നോക്ക്. മുത്തുനബിക്ക് സങ്കടം വന്നിരിക്കുമ്പോൾ മുത്തുനബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിച്ചതിൻ്റെ പ്രതിഫലം ഒരു തവണ അലം നശ്റഹ് ഓതിയാൽ നമുക്ക് ലഭിക്കുന്നതാണ്. യാ റബ്ബന, മുത്തുനബി ആശ്വസിപ്പിച്ച പ്രതിഫലം എന്ന് പറഞ്ഞാൽ അതെത്രയാ മനുഷ്യരെ. ഹബീബായ തങ്ങൾ നാളെ പരലോകത്തെത്തുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ അത് നിമിത്താവൂലേ? ആ നെയ്യത്തിൽ നമ്മൾ ഓതിയാൽ ഇല്ലേ? ഇവിടുത്തെ ഹദീസാണത്. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകട്ടെ. മഹാന്മാർ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് കാണാം, ഇപ്പോൾ മനഃപ്പാടമാക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് മൈൻഡിൽ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ പലരും കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഹിഫ്ലിന് പഠിക്കാൻ ഉസ്താദേ മെമ്മറി ഇല്ല. മെമ്മറി നന്നായി ഉണ്ടാകാൻ, ഗ്രാസ്പിംഗ് പവർ ഉണ്ടാകാൻ നമ്മളിത് ഒരു പ്ലേറ്റിൽ എഴുതിയിട്ട് അലം നശ്റഹ് സൂറത്ത് എഴുതിയിട്ട് വെറും വയറ്റിൽ അത് മായ്ച്ച് കുടിക്കുക. അങ്ങനെ 7 ദിവസം പതിവാക്കി നോക്കുമ്പോൾ തന്നെ നമ്മുടെ കുട്ടികളിൽ പതിയെ പതിയെ ഗ്രാസ്പിംഗ് പവർ കൂടി വരുന്നതായിട്ട് നമുക്കറിയാൻ കഴിയുന്നതാണ്. അള്ളാഹു അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സൂറത്തിൻ്റെ മനോഹരമായൊരു വശം ഇൻഷാ അല്ലാഹ് നമുക്കതിലേക്ക് കിടക്കാം. സൂറത്തുൽ ളുഹ സൂറത്ത് മുത്തുനബി ആശ്വസിപ്പിച്ചുകൊണ്ട് അത് ഇറക്കിയതാണ് അല്ലേ? നമുക്കറിയാം. അതിൻ്റെ തുടർച്ചയായി ഇറങ്ങിയ സൂറത്താണ് സൂറത്ത് ഇൻശിറാഹ് എന്ന് പറയുന്നത്. മക്കയിൽ അവതരിച്ച സൂറത്താണ്. 8 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ളഹ്റക വറഫഅനാ ലക ദിക്റക ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ്. യാ അല്ലാഹ്, മനോഹരമായ സൂറത്താണ്. അലം നശ്റഹ് ലക സദ്റക, നബിയെ അങ്ങയുടെ ഹൃദയം നാം വിശാലമാക്കി തന്നില്ലയോ യാ റസൂലല്ലാഹ്? അങ്ങയുടെ ഹൃദയം വിശാലമായില്ല നബിയെ? മുൻപത്തേതിലേറെ നുബൂവത്ത് എന്ന മഹാത്ഭുതം അങ്ങേക്ക് ലഭിച്ചപ്പോൾ അങ്ങയുടെ ഹൃദയം ഒന്നുകൂടെ അങ്ങ് വിശാലായില്ല നബിയെ? അവിടുത്തെ പോലെ ഹൃദയ വിശാലത ആർക്കാണുള്ളത്? മക്ക വിജയവേള എന്ന് സംഭവിക്കുന്നൊരു ഘട്ടമുണ്ടല്ലേ, മക്ക വിജയം. അന്ന് മക്കത്തെ കുറേശികളൊക്കെ ഇങ്ങനെ തോറ്റ് പരാജയപ്പെട്ട് തലതാഴ്ത്തി നിൽക്കുകയാണ്. അന്ന് മുഹമ്മദൊക്കെ ഞങ്ങളെ വന്ന് കൊല്ലും, മുഹമ്മദും കൂട്ടരും ഞങ്ങളെ കൊല്ലും സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പേടിച്ച് നിൽക്കുകയാണ് അവർ തലതാഴ്ത്തിയിട്ട്.
അപ്പോഴാണ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് കടന്നു വരണത്. മുമ്പിൽ തന്നെ അത്രയും ദ്രോഹിച്ച മനുഷ്യർ, തൻ്റെ സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞവർ, സുമയ്യയുടെ ഗുഹ്യഭാഗത്തേക്ക് ചുട്ടുപഴുത്ത കുന്തം കയറ്റിക്കൊന്നവർ, തൻ്റെ മകളെ ദ്രോഹിച്ചവർ, തന്നെ ദ്രോഹിച്ചവർ, പട്ടിണിക്കിട്ട് മലഞ്ചെരുവിൽ പോയി പച്ചിലയും വെള്ളവും മാത്രം കുടിച്ച് കഴിയേണ്ടി വന്ന അവസ്ഥ ഉണ്ടാക്കിയവർ, നാട്ടിൽ നിന്ന് പുറത്താക്കിയവർ, കല്ലെറിഞ്ഞവർ, ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുവന്ന് കഴുത്തിലേക്ക് ചാർത്തിത്തന്നവർ, അവരൊക്കെ മുമ്പിൽ നിൽക്കണേ. എന്തും ചെയ്യാം. അന്ന് മുത്തുനബിയാണ് അധികാരി. ഒറ്റ വാക്കാണ്, ഇദ്ഹബൂ അൻതുമുത് തുലഖാ, പൊക്കോ മക്കളെ, ഇന്ന് നിങ്ങളെ ഞാൻ വെറുതെ വിടുകയാണ്, ഒരു പ്രതികാരത്തിനും ഞാനില്ല കേട്ടോ, നിങ്ങൾ പോയിക്കോ. ഇദ്ഹബൂ അൻതുമുത് തുലഖാ. ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹൃദയം വിശാലമാക്കി കൊടുത്തിട്ടുണ്ട്. പണ്ട് ത്വായിഫിലേക്ക് വന്നപ്പോഴേ തൻ്റെ ഉമ്മയുടെ കുടുംബക്കാരുണ്ട് അവിടെ, അതുകൊണ്ട് അവരുടെ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ആഗ്രഹിച്ച് ചെല്ലുകയാണ് മുത്തുനബി തങ്ങൾ അല്ലേ. ഉമ്മയുടെ വീട്ടുകാർ നമുക്ക് എപ്പോഴും സപ്പോർട്ടായിരിക്കും. അവിടെ ചെല്ലുമ്പോൾ ഭ്രാന്തന്മാരുടെയും കുട്ടികളുടെയും കയ്യിൽ കരിങ്കല്ലുകൾ കൊടുത്തിട്ട് എറിയാൻ പറയാണ് മുത്തുനബിയെ. എറിഞ്ഞോടിക്കുന്നുണ്ട്. മാലാഖമാർ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ ഭൂമി കീഴ്മേൽ മറിച്ച് കൊന്നുകളയട്ടെ നബിയെ, അങ്ങയുടെ അനുവാദം മതി, റബ്ബിന് അങ്ങയുടെ അനുവാദം മതി. വേണ്ട വേണ്ട വേണ്ട, അവരറിവില്ലാതെ ചെയ്യുന്നവരാ, അവരൊന്നും ചെയ്യല്ലേ. അല്ലാഹ് ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ ഹൃദയത്തിന് നാം വിശാലത നൽകിയില്ലയോ നബിയെ. അലം നശ്റഹ് ലക സദ്റക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക. അങ്ങയുടെ ഭാരത്തെ നാം ഇറക്കി വെച്ചില്ലേ നബിയെ. അങ്ങയുടെ മുതുകിനെ ഞെരിച്ചു കളഞ്ഞിരുന്ന ഭാരങ്ങളുണ്ടായിരുന്നു. ഈ പ്രബോധന മേഖലയിൽ ഒരുപാട് പ്രയാസങ്ങൾ അങ്ങേക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലേ. ക്രൂരമായ പീഡനങ്ങൾ പോലും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ പ്രയാസത്തിൽ നിന്ന് അള്ളാഹു അങ്ങയെ കൈപിടിച്ചിട്ടുണ്ട്. ആ ഭാരമൊക്കെ അല്ല ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളോടും കൂടെ പറയണേ, നമ്മൾ ക്ഷമിച്ചുകൊണ്ട് ഹൃദയവിശാലത കാണിച്ചാലേ നമ്മൾ അനുഭവിക്കുന്ന ഭാരമൊക്കെ അല്ലിറക്കി വെക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങയുടെ പരാമർശം നാം വാനോളം ഉയർത്തിയില്ല നബിയെ. അങ്ങയുടെ പരാമർശത്തെ നാം ഉയർത്തിയില്ല നബിയെ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എല്ലായിടങ്ങളിലും മുത്തുനബിയുടെ സുന്ദരമായ മദ്ഹ് ഇങ്ങനെ ഉയരാൻ തുടങ്ങി. മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് കേൾക്കാത്ത നാളെവിടെയാണെന്ന്. പുത്തൻവാദികൾ വന്ന് റസൂലുള്ളാഹിൻ്റെ മൗലിദിനെ തള്ളിപ്പറഞ്ഞപ്പോൾ ഒന്നുകൂടെ മൗലിദ് ആവേശമായി വീടിൻ്റെയും പുറത്തേക്ക് ഇറങ്ങി വലിയ വലിയ മദ്ഹിൻ്റെ വേദികളായി മാറിയ കാഴ്ച. അലം നശ്റഹ് ലക സദ്റക, അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വറഫഅനാ ലക ദിക്റക, അവിടുത്തെ പരാമർശം നാം ഉയർത്തിയില്ല നബിയെ. അല്ലാഹു റബ്ബുൽ ആലമീൻ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എല്ലാ പ്രയാസത്തിനോടൊപ്പം ഒരു എളുപ്പവുമുണ്ട്. പ്രയാസത്തിന് ശേഷം എളുപ്പം എന്നല്ല, പ്രയാസത്തിനോടൊപ്പം തരും പടച്ചോൻ, ഒന്ന് ക്ഷമിച്ചാൽ മതി. പക്ഷെ ഇവിടെ 2 തവണ ആയച്ച് പറഞ്ഞു, ഫഇന്ന മഅൽ ഉസ്രി യുസ്റാ, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എന്താ 2 തവണ പറയാൻ കാരണം? ഒരു പ്രയാസത്തിന് ശേഷം നിങ്ങൾക്ക് 2 എളുപ്പമുണ്ട്. ഒരു പ്രയാസത്തിന് ശേഷം 2 എളുപ്പം. ഒന്ന് ദുനിയാവിലാണെങ്കിൽ മറ്റൊന്ന് ആഖിറത്തിലാണ്. പടച്ച റബ്ബ് ഒരെളുപ്പം ഇവിടെ തരും. നിങ്ങൾ പ്രയാസത്തിൽ ക്ഷമിക്ക്, നിങ്ങൾ പൊട്ടിത്തെറിക്കല്ലേ, അള്ളാഹ് എന്നെ കൈവിട്ടു എന്ന് ചിന്തിക്കല്ലേ, നിങ്ങളൊന്ന് ക്ഷമിക്കും മനുഷ്യരെ. അള്ളാഹു ഇവിടെ നിങ്ങൾക്ക് തരും, എളുപ്പം തരും. മാത്രമല്ല പരലോകത്തും നിങ്ങൾക്ക് എളുപ്പം തരും. നിങ്ങൾ ക്ഷമിച്ചാൽ മതി. നിങ്ങൾ അള്ളാഹുവിനെ കൈവിടാതിരുന്നാൽ അള്ളാഹു നിങ്ങളെ കൈവിടില്ല എന്ന് പഠിപ്പിക്കുന്നുണ്ട് ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇദാ ഫറഗ്ത ഫൻസബ്, ഒഴിവ് കിട്ടിയാൽ നിങ്ങൾ കൂടുതൽ അധ്വാനിക്കണേ. ഒഴിവ് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയല്ലോ, ഉടനെ അടുത്ത കാര്യം ചെയ്യുക. അങ്ങനെ നിങ്ങളിങ്ങനെ അധ്വാനിച്ചു കൊണ്ടേയിരിക്കണം. എന്നാലേ നിങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങൾ കണ്ടെത്താൻ പറ്റൂ. അല്ലാതെ ഇപ്പോൾ ഒരു അമൽ ചെയ്തിട്ട് നിങ്ങൾ മടിയന്മാരും മടിച്ചുകളായി പോകരുത്. നന്മകൾ നമ്മളിലേക്ക് വരുമ്പോൾ നമ്മളത് ചെയ്യാനായിട്ട് ഇങ്ങനെ സമയം കണ്ടെത്തണം. നിസ്കാരം കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒരു ഇബാദത്തൊന്നും വേണ്ട, ഇനിയിപ്പോൾ അസർ വരട്ടെ, അല്ല, സുന്നത്ത് നിസ്കരിക്കണം. അങ്ങനെ ഓരോ നന്മകൾ ഇങ്ങനെ ധാരാളം അധ്വാനമായി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾക്കതിൻ്റെ പ്രതിഫലമുണ്ട്. വഇലാ റബ്ബിക ഫർഗബ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിക്കണം. അള്ളാഹുവിലേക്ക് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു കൊടുക്കണം. അള്ളാഹുവിലേക്ക് കൂടുതൽ ആഗ്രഹം പ്രകടിപ്പിക്കണം. അവൻ കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാകണം എന്നാണ്. അപ്പോൾ മൊത്തത്തിൽ നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തിയാൽ
നിങ്ങൾ ക്ഷമിച്ചുകൊണ്ട് കൈ ഉയർത്തിയാൽ അള്ളാഹു ഇവിടെയും നാളെ പരലോകത്തും നിങ്ങൾക്ക് ഗുണം തരും. നിങ്ങളുടെ ഹൃദയത്തിന് വിശാലത വേണം. നിങ്ങൾ വിശാലത കാണിച്ചാൽ അള്ളാഹു നിങ്ങൾക്ക് വിശാലത തരും. അപ്പോൾ ഈ ബോധ്യത്തിലൊക്കെ നിന്നുകൊണ്ട് അലം നശ്റഹ് സൂറത്ത് 5 വഖത്ത് നിസ്കാര ശേഷം ഒരു തവണ നിങ്ങൾ മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ പിന്നെ നിങ്ങളുടെ പോക്കറ്റ് കാലിയാവില്ല എന്ന് അഹ്മദ് ഉദ്ദീറബി റഹിമഹുല്ല കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത്ര മനോഹരമായ സൂറത്താണ്. പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ SSLC റിസൾട്ട് വന്നു. പ്ലസ് കിട്ടിയോ? എല്ലാവർക്കും ഫുൾ A+ കിട്ടിയോ? കിട്ടിയില്ല ഉസ്താദേ, ഫുൾ A+ കിട്ടിയില്ല. അതിനൊന്നും വലിയ കാര്യമില്ല. അതിനർത്ഥം A+ കിട്ടിയവരൊക്കെ കഷ്ടപ്പെടാതെ കിട്ടി എന്നൊന്നല്ല കേട്ടോ. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കണ്ട. ഈ 10ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ +2-ലോ A+ കിട്ടുന്നതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കരുത്. ഫുൾ A+ കിട്ടിയ പല ആളുകളും വാങ്ങുന്ന ശമ്പളത്തേക്കാളേറെ ഫുൾ A+ കിട്ടാത്ത ആളുകൾ ഇന്ന് വാങ്ങുന്നുണ്ട്. അതിനർത്ഥം ഫുൾ A+ കിട്ടിയ ഒരു മോശമാണെന്നൊന്നുമല്ല. ഞാൻ പറയുന്നത് A+ കുറഞ്ഞു പോയി എന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത് മക്കളെ. നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ. നിങ്ങൾക്കിതൊരു ടേണിംഗ് പോയിൻ്റാണ്. ഇവിടെ കുറഞ്ഞു പോയി എന്നതുകൊണ്ട് നിങ്ങൾ തോൽക്കുന്നില്ല. ഇത് തോൽവിയല്ല. ഒരിക്കലും മാതാപിതാക്കളോട് പറയട്ടെ, നിങ്ങൾ കമ്പയർ ചെയ്യരുത് കുട്ടികളെ. നീ കണ്ടില്ലേ, അവനൊക്കെ കണ്ടുപിടിക്കാം, അവനൊക്കെ ഫുൾ A+ ആണ്, നീ ഇങ്ങനെ നടന്നോ, നിനക്കൊക്കെ 4 നേരം തിന്നാൻ തന്നെ അത് വെറുതെയാണ്. ഈ ഡയലോഗൊന്നും കുട്ടികളോട് പറയുന്നത് ഒരു തോറ്റു. അവർക്ക് പിന്നെ ഉയർത്തെഴുന്നേൽക്കാൻ പറ്റില്ല. അവരെ ചേർത്ത് പിടിക്കുന്നേ. ഇനി ഫുള്ള് C+ ആണെങ്കിലും ജയിച്ചില്ലേ. ഇനി 10ൽ തോറ്റിട്ടുണ്ടോ എന്തെങ്കിലും ഒരു വിഷയത്തിന്, അതൊക്കെ നമുക്ക് ജയിച്ച് കയറാടാ. എത്രയെത്ര മഹാന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. ഇന്ത്യയിൽ എത്രയെത്ര രാഷ്ട്രീയ നേതാക്കൾ, വലിയ സമ്പന്നർ, പലരും കോളേജ് ഡ്രോപ്പ് ഔട്ടും സ്കൂളിൽ തോറ്റവരൊക്കെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതിനർത്ഥം ഇതിനൊന്നും പ്രത്യേകത ഇല്ല എന്നല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് ഇതാണ് എന്നുള്ള ചിന്ത വേണ്ട. അതൊരു നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ളൊരു കാര്യം മാത്രം. അത് നമുക്കൊരു തടസ്സമല്ല. അവിടെ നമ്മൾ ഇത്തിരി മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ നമുക്ക് മാർക്ക് കൂടാൻ എന്താണ് എൻ്റെ പിഴവെന്ന് കണ്ടെത്തിയിട്ട് അവിടെ അത് പരിഹരിക്കുക. അല്ലാതെ സങ്കടപ്പെട്ട് നെഗറ്റീവ് അടിച്ചിരുന്നിട്ട് എന്ത് കാര്യം? ജയിച്ചു കയറിയില്ലേ നമ്മൾ വിടുന്നേ. നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത പരീക്ഷ വരട്ടെ, നമുക്ക് അടിപൊളിയാക്കാം. അള്ളാഹു കൂടെ ഉണ്ടാവും. നമ്മളൊന്നുകൂടെ ഒന്ന് സ്ട്രെങ്തൻ ആകാൻ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് ബോൾഡാക്കാൻ വേണ്ടിയിട്ട് വന്നൊരു റിസൾട്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ടെൻഷൻ അടിക്കരുത് കേട്ടോ. ഇനി ഫുൾ A+ മേടിച്ച കുട്ടികളോട് പറയട്ടെ, പലരും ഫ്ലെക്സ് ബോർഡൊക്കെ വെക്കും, പല കാര്യങ്ങളൊക്കെ ചെയ്യും. പലപ്പോഴും ഈ ഫുൾ A+ വെച്ച് മേടിച്ച കുട്ടികൾ പലപ്പോഴും ഇങ്ങനെ തളർന്നു പോകാറുണ്ട്, പിന്നെ പഠനത്തിൽ പിന്നാക്കം വരാറുണ്ട്. അതിലൊരുപാട് കാരണങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഉമ്മമാരുടെ ഫോൺ സമ്മാനമാണ്. 10ാം ക്ലാസ് ജയിച്ച പിള്ളക്ക് പിന്നെ ഫോൺ മേടിച്ച് കൊടുക്കും. അതിലൂടെ പിള്ള ബാക്ക്വേഡ് പോവും. ഫോണിൽ ഇങ്ങനെ 24 മണിക്കൂർ നോക്കിയിരുന്ന് അവൻ്റെ ആ ഒരു ഇമോഷണൽ ബ്രെയിൻ വലുതാവുകയും ഇൻ്റലക്ച്വൽ ബ്രെയിൻ ചെറുതാവുകയും ചെയ്യും. അപ്പോൾ അവന് പെട്ടെന്ന് ദേഷ്യം വരുന്ന പൊട്ടിത്തെറിക്കുന്ന കുട്ടിയായി മാറും. പഠനത്തിൽ പിന്നാക്കം വരും. ആവശ്യമില്ലാത്ത അനാവശ്യ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കരുത്. എനിക്ക് പരിചയമുണ്ട്. അതുപോലെ തന്നെ ഈ പ്രായപൂർത്തി എത്താതെ മകന് പരീക്ഷയുടെ പേരിൽ ബൈക്ക് വാങ്ങിക്കൊടുത്ത ആൾക്കാർ വരെ ഉണ്ട്. അതൊക്കെ അപകടമാണ്. പോലീസ് പിടിക്കും, വലിയ പ്രശ്നമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഹറാമായ കാര്യം തന്നെയാണ്. ഉപകാരപ്പെടുന്ന ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാം. അതോടൊപ്പം വളരെ അപകടം പിടിച്ചൊരു കാര്യം എന്ന് പറയുന്നത് കണ്ണേറാണ്. എല്ലാവർക്കും ഉണ്ടെന്നല്ല. ചില ആളുകൾ ഈ A+ൻ്റെ ഈ ഫ്ലെക്സും ചിലർ ചോദിക്കും, എടാ എത്ര A+? 10 പിന്നെ 10 അടിപൊളിയാട്ടാ, നീയൊക്കെ പൊളിയടാ, മറ്റേതാടാ മറിച്ചാണെന്നൊക്കെ പറയും. മനസ്സിനുള്ളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വന്നു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മാഷാ അല്ലാഹ് എന്ന് വരുന്നുണ്ടാവില്ലല്ലോ. കണ്ണേറ് സംഭവിക്കാം. ആ കണ്ണേറ് സംഭവിക്കുന്നതിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങൾ പിന്നീട് വല്ലാതെ ഡൗൺ ആകും. കണ്ണേറ് നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ചു കളയും. ഇല്ലേ, ഹദീസിലുണ്ടല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജീവിച്ചിരിക്കുന്ന ഒട്ടകത്തെ ചട്ടിയിലാക്കും എന്നല്ലേ മുത്തുനബി തങ്ങൾ പറഞ്ഞത്. അത്ര ഡേഞ്ചറാണ് കണ്ണേറ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കെന്നും അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്, അള്ളാഹു പടച്ച എല്ലാ ഷെറുകളിൽ നിന്നും അവൻ്റെ കെലിമത്തുകളെ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു എന്ന ആശയം വരുന്ന മനോഹരമായ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന നമ്മുടെ കുട്ടികൾ പതിവാക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞാൻ കൺഗ്രാജുലേഷൻ നേരുകയാണ്. വിജയിച്ച എല്ലാവർക്കും, ഫുൾ A+ വാങ്ങിച്ചവർക്കെന്ന് മാത്രമല്ല എല്ലാവർക്കും കൺഗ്രാജുലേഷൻ നേരുകയാണ്. ഫുൾ A+ വാങ്ങിച്ചവർ അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ കഷ്ടപ്പെട്ടതിന് അവർ ഫലം കണ്ടിട്ടുണ്ട്. മറ്റുള്ളവർ കഷ്ടപ്പെട്ടില്ല എന്നല്ല, അവരുടെ പരിമിതിക്കുള്ളിൽ നിന്ന് അവർ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല. വേണ്ട വിട്, നമുക്ക് ഇനി മേടിക്കാമല്ലോ. നമ്മുടെയൊക്കെ ലൈഫ് അങ്ങനെയല്ലേ. ഒരുപാട് ഈ പരാജയങ്ങൾ വന്നിട്ട് അവിടെ നിന്ന് തരണം ചെയ്യുന്നവരാണ് കുറച്ചുകൂടെ വലിയ വിജയങ്ങളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ പൊന്നുമക്കളെ വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ റബ്ബേ, നീ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ല. പടച്ചവനെ, ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കല്ലേ അല്ല. നിൻ്റെ മുമ്പിലല്ലാതെ മറ്റൊരുത്തൻ്റെ മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരവസ്ഥ തന്ന് പരീക്ഷിക്കല്ലേ അല്ല. അള്ളാഹു, എത്ര രോഗികളാണ്, ശിഫ കൊടുക്കണേ ചമ്പുരാനെ. കഴിഞ്ഞ ദിവസം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവർ, ഭർത്താവിൻ്റെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുകയാണ്. അള്ളാഹു, നീ അത് എളുപ്പമാക്കി കൊടുക്കണേ അല്ല. സർജറി വിജയത്തിലാക്കി കൊടുക്കണേ അല്ല. അങ്ങനെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ധാരാളം ആളുകൾ, എല്ലാവരുടെയും മുറാദുകൾ ഹാസുലാക്കണേ അല്ല. വിവാഹപ്രായമെത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല. മക്കളില്ലാതെ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി സങ്കടപ്പെടുന്ന ആളുകളുണ്ട്. പടച്ചവനെ, ഈ സൂറത്തൊക്കെ പതിവാക്കാനും അതു നിമിത്തം ധാരാളം സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ ലഭിക്കാനും നീ കാരണമാക്കണേ അല്ല. അർഹമുർറാഹിമായ റബ്ബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ല. ഞങ്ങളുടെ പൊന്നുമക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ല. കൈവടിയല്ല റഹ്മാനെ, എല്ലാ പരീക്ഷണങ്ങളിലും ഉന്നത വിജയം നീ നൽകണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഖൈറായ ഉത്തമമായ കലാലയങ്ങൾ അവർക്ക് നീ നൽകണേ ചമ്പുരാനെ. അർഹമുർറാഹിമായ റബ്ബേ, പടച്ചവനെ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. പ്രിയപ്പെട്ട പ്രവാസികൾക്ക് ഖൈർ നൽകണേ അല്ലാ. ഇൻ്റർവ്യൂവിന് കാത്തിരിക്കുന്നവർ, പാസ്പോർട്ടിന് വേണ്ടി, ലൈസൻസിന് വേണ്ടി, അഖാമക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ജോലിയില്ലാത്തവർക്ക് ഖൈറായ തൊഴിൽ നൽകണേ അല്ലാ. കടങ്ങളെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലാ. പടച്ചവനെ, വിവാഹപ്രായമെത്തിയവർ, കല്യാണം മുടങ്ങിപ്പോവാണ് ഉസ്താദ് എന്ന് പറഞ്ഞവരുണ്ട്, നീ എളുപ്പത്തിൽ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ ഭവനം നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല, ഈമാൻ സലാമത്താക്കണേ അല്ലാ. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്ന, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന, ഇതിൻ്റെ അഹ്ലുകാരായ ഈ കുടുംബത്തെ തന്നെ ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം കുടുംബസമേതം നീ ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.